ഏത് ബോധോദയത്തിൻ്റെ പിന്നിലും ഒരു ഉപേക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ ഉപേക്ഷിക്കാതെ, ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിക്കാതെ, ഞാനെന്ന വ്യക്തിയെ ഉപേക്ഷിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളത്? നിങ്ങൾക്ക് ആരാണ് ആ സർട്ടിഫിക്കറ്റ് തന്നത്? ആ സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം ഇതാണ്: ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞവനാണ്, ഞാൻ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടവനാണ്, ഞാൻ പൂർണ്ണമായും പരിത്യജിച്ചവനാണ്, എനിക്ക് എന്തെങ്കിലും തരും. പരിത്യജിച്ചവന് കൊടുക്കുന്നതിൻ്റെ കാരണം അവൻ ഈ ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും അവൻ്റെ പ്രസരണം നടത്തുമെന്നുള്ളതാണ്. ഒരു പുഷ്പം പൂക്കുന്നത് പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല, ആ പൂവിന് വേണ്ടി മാത്രമല്ല, ആ ചെടിക്ക് വേണ്ടി മാത്രമല്ല, ആ പൂന്തോട്ടം സംരക്ഷിക്കുന്ന പൂന്തോട്ടക്കാരനും അതിലൂടെ നടന്നു പോകുന്ന വ്യക്തികൾക്കും ഈ ലോകത്തിന് മുഴുവൻ പരിമളം പരത്താൻ വേണ്ടിയാണ് ഒരു പുഷ്പം പൂക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ പ്രാർത്ഥന, ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥന ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യജാലങ്ങൾക്കും, എല്ലാ മനുഷ്യകുലത്തിനും വേണ്ടിയാണ്, സർവചരാചരങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങളുടെ പ്രാർത്ഥന. അല്ലാതെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വാർത്ഥമായ വാക്ക് വേറെയില്ല. ഇത് മനസ്സിലാക്കുക. ആദ്യമായിട്ട് ധ്യാനം എന്ന് പറയുന്നത് ഞാൻ എന്നെ ഉപേക്ഷിക്കലാണ്. മരണം എന്ന് പറയുന്നത് ഞാൻ എന്നെ ഉപേക്ഷിക്കലാണ്. പ്രേമം എന്ന് പറയുന്നത് ഞാൻ എന്നെ ഉപേക്ഷിക്കലാണ്. പ്രേമത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാനും നീയുമില്ല, അവിടെ ആരുമില്ല, അവിടെ ഭാവന മാത്രമാണുള്ളത്. ഞാൻ മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ മരണത്തെ ഞാൻ മുഖാമുഖം കാണുന്ന സമയത്ത് അവിടെ ഞാനില്ല, എൻ്റെ ആത്മാവ് മാത്രമാണുള്ളത്. ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ചിന്തകളില്ല, എൻ്റെ ബോധമില്ല. ബോധത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ധ്യാനം ആരംഭിക്കുകയുള്ളൂ. ധ്യാനം അവസാനിക്കുന്നില്ല, ധ്യാനം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ധ്യാനം അവസാനിക്കുന്നതല്ല, ധ്യാനം പഠിപ്പിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ ധ്യാനം പഠിപ്പിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു ഗുരു പറയുന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഭോഷ്കാണ്. മനഃശാസ്ത്രപരമായി അതിനൊരു വാല്യൂ ഇല്ല. കാരണം നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മാത്രമാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. ചിന്തകളെയും സ്വപ്നങ്ങളെയും നിങ്ങൾ പണയപ്പെടുത്താതിരിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ബോധത്തിലേക്ക് കടക്കുന്ന സമയത്ത് മാത്രമേ ഒരു ബോധോദയം എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ബോധമുണ്ടെങ്കിൽ ബോധോദയമില്ല. കാരണം ബോധം നിലവിലുള്ള ഭൂതകാലമാണ്. നിങ്ങളുടെ എല്ലാ അറിവുകളും ഭൂതകാലമാണ്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഭൂതകാലമാണ്. ഭാവി മനസ്സിൻ്റെ വാക്കേയല്ല. ഭാവി എന്ന് പറയുന്നത് സങ്കല്പമാണ്. എല്ലാ മനസ്സിൻ്റെ സങ്കല്പങ്ങളും ഭൂതകാലത്താണ് നടക്കുന്നത്. നിങ്ങളുടെ വിജ്ഞാനം നടക്കുന്നത് ഭൂതകാലമാണ്. നിങ്ങൾക്ക് ഭാവി കാലത്തൊരു വിജ്ഞാനമില്ല, അത് അറിയാത്ത ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് മനസ്സിലാക്കുക, അത് ഭൂതകാലം മാത്രമാണ്. ഭൂതകാലത്തിലെ സങ്കല്പങ്ങളെ, ഭൂതകാലത്തെ അവസ്ഥകളെ, ഭൂതകാലത്തെ അറിഞ്ഞിട്ടുള്ള ജ്ഞാനത്തെ ആണ് മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിൻ്റെ അപ്പുറത്തേക്ക്, ദൂരത്തേക്ക്, അങ്ങ് ദൂരത്തേക്ക് നിങ്ങൾക്ക് പായാൻ കഴിയുമെങ്കിൽ, ഓടാൻ കഴിയുമെങ്കിൽ, പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബോധോദയം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ധ്യാനം. ചിന്തകൾ അവസാനിക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ധ്യാനം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബോധത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിച്ചു കഴിയും. അങ്ങനെ ബോധത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം നിങ്ങളുടെ ശ്വസനം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ജപിക്കുക എന്നാൽ നിങ്ങൾ ജപിക്കുന്ന വസ്തുവിലേക്കുള്ള കോൺസെൻട്രേഷനാണ്. നിങ്ങളപ്പോൾ ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തോന്നലുണ്ട്, അത് ധ്യാനമാവില്ല. നിങ്ങളില്ലാത്തപ്പോൾ മാത്രമാണ് ധ്യാനം സംഭവിക്കുക. നിങ്ങൾ ഈശ്വര ഈശ്വര രക്ഷിക്കണേ എന്ന് പറയാം,
തമസാമ ജ്യോതിർഗമയ എന്ന് പറയുക, ഓം ഭൂർ ഭുവസ്വഹ എന്ന് പറയുക. ഈ സമയത്തൊക്കെ നിങ്ങളുണ്ടാവണം. നിങ്ങളില്ലാത്ത സമയം എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് മാത്രമാണ് ധ്യാനം സംഭവിക്കുക. അങ്ങനെ ബോധത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴികൾ നിങ്ങൾ സ്വയം പരിശീലിക്കേണ്ടതുണ്ട്. ധ്യാനം ആർക്കും ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. ലളിതമായ ഒരു ചടങ്ങ് നിങ്ങളെ മനസ്സിലാക്കി തരിക മാത്രമാണ്. ഒരു പ്രാഥമികമായ ഒരു ചെറിയ പാഠം നിങ്ങളെ മനസ്സിലാക്കി തരിക മാത്രമാണ് നമ്മൾ ഈ ചെറിയ സത്സംഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചെറിയ രീതിയിൽ ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം.